ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ V3യുടെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ടയർ കണ്ടില്ല, ഒട്ടും തന്നെ ഗ്രിപ്പ് എന്ന് പറയുന്നതേ ഇല്ല. ഫ്രണ്ട് ടയർ ആയാലും റിയർ ടയർ ആയാലും ഒട്ടും തന്നെ ഗ്രിപ്പില്ല. പിന്നെ പുറകിലത്തെ ടയറിൽ കുറച്ചുകൂടി ഗ്രിപ്പുണ്ട്, പക്ഷേ അത് ഒട്ടും കോൺഫിഡൻസ് അല്ല ഓടിക്കാനായിട്ട്. അപ്പോൾ അതങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നേരെ വന്നത് നമ്മുടെ കാട്ടാക്കടയുള്ള ന്യൂ ടയർ വേൾഡിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ടയറിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. ബ്രിഡ്സ്റ്റോൺ, മിഷ്ലിൻ, അപ്പോളോ, MRF അങ്ങനെ ഒരുപാട് ടയറിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്കായിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ അപ്പോളോയുടെ ആൽഫ H1 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് 2 years വാറൻറ്റിയൊക്കെ ഉണ്ട്. ഏകദേശം ഒരു പെയറായിട്ടാണ് എടുത്തത്. അപ്പോൾ ഏകദേശം 10,400 അടുപ്പിച്ചായി ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നല്ലൊരു ടയറാണ്. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് മിഷലിൻ്റെ പവർ സ്പോട്ട് എന്ന് പറയുന്ന 190 സെക്ഷൻ്റെ ടയറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പിരലിയുടെ സൂപ്പർ റോസോ എന്ന് പറയുന്ന മോഡലാണ്. ഞാനും എല്ലാവരെയും പോലെ ഒരുപാട് ആഗ്രഹങ്ങളോടെ, അതായത് ഒരുപാട് ബൈക്കിനെ നല്ല ലുക്കാക്കാം എന്നൊക്കെ കരുതി ട്രാക്ക് ടയർ വാങ്ങി യൂസ് ചെയ്തതാണ്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, മാക്സിമം ആരും ട്രാക്ക് ടയറൊക്കെ വാങ്ങി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നമുക്ക് ബൈക്കിനൊക്കെ ഒരുപാട് ലുക്കൊക്കെ കാണും, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോഴോടെ ഈ ആൽഫ H1 എന്ന് പറഞ്ഞ മോഡൽ തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ മുന്നേ എൻ്റെ ഈ ബൈക്കിൽ യൂസ് ചെയ്ത ടയർ തന്നെയാണ്. എനിക്കിത് ഒരുപാട് കോൺഫിഡൻസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായാലും ഒരുപാട് ഇഷ്ടമുള്ളൊരു ടയർ തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ വെറ്റ് ഗ്രിപ്പിലും ഡ്രൈ ഗ്രിപ്പിലും ഒക്കെ ഈ ടയർ തന്നെയാണ് യൂസ് ചെയ്ത് ഒരുപാട് ബൈക്കിൽ റൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറ്റ് ഗ്രിപ്പ് ആയാൽ പോലും നല്ല പക്ക കോൺഫിഡൻസാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടയർ എന്ന് തന്നെ പറയാം ഈ അപ്പോളോയുടെ ആൽഫ H1 എന്ന് പറഞ്ഞ ഈ മോഡൽ. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ടയറിലെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. അത് ആ ടയറിൽ തന്നെ പഞ്ച് ചെയ്തിട്ടുണ്ടാവും. മാനുഫാക്ചറിങ് ഡേറ്റ് ആയിരിക്കില്ല, വർഷവും ആഴ്ചയായിരിക്കും അതിൽ പഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൂടെ മാക്സിമം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ളത് തന്നെ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ടയറിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 കൊല്ലമാണ്. അതിനുശേഷം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഗ്രിപ്പ് അതൊക്കെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോഴവിടെ ഈ ആൽഫ H1 എന്ന് പറയുന്ന മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, നമ്മുടെ ഈ ടയർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓടിക്കുന്ന ടൈമിൽ ബൈക്ക് നന്നായിട്ട് ചെരിഞ്ഞ് പോകുന്നൊരു ഫീല് നമുക്ക് തോന്നാം. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ടയർ എന്ന് പറയുന്ന ഈ ടയർ നല്ല കർവ്ഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 100 കിലോമീറ്റേഴ്സൊക്കെ ഒന്ന് ഓടി വരുമ്പോൾ നമുക്കങ്ങ് സെറ്റാകും. അപ്പോൾ അത് ടയറിൻ്റെ പ്രശ്നമോ ബൈക്കിൻ്റെ പ്രശ്നമോ ഒന്നും കൊണ്ടല്ല, അന്ന് യൂസ്ഡ് ആകുമ്പോൾ അങ്ങ് ശരിയാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.